UDF. എനിക്കൊന്ന് UDF ആയിരിക്കും. LDF ഭരിച്ച് ആകെ നാശമായിരിക്കുക. അത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കോട്ടയം BJPക്കൊപ്പം. ഭരണം മടുപ്പായിട്ടാണ്, സ്വന്തം പാർട്ടിയാണെങ്കിലും മടുപ്പാണ്. എന്നാലും ജയിക്കണം, സ്വന്തം പാർട്ടി ജയിക്കണം എന്നാണല്ലോ ആഗ്രഹം. നവകേരളം ഉണ്ടാക്കാനും പിന്നെ ഇത് ഭരിക്കാനും കേരളീയ മുഴുവനൊക്കെ കോടികൾ മുടക്കി. എന്നത്തിന് ഈ 1 കോടി ചില്ലാനും ഇത് ബസ് മുടക്കി. അന്ന് പറഞ്ഞറിയോ, ഒരു മന്ത്രി പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇരട്ടി വിലയ്ക്ക് കെട്ടണമെന്ന്. അത് ആരെ വിശ്വസിക്കുന്നത്? നുണ പറയുന്നതിനെ കുറച്ച് ഒരു ലോജിക്ക് വേണ്ട. തീരെ മോശം ഭരണമാണ് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായമായിട്ട് പറയുന്നത്. ഏതായാലും LDF ആയിട്ട് യാതൊരു പ്രയോജനമില്ല. മധ്യ കേരളത്തിലെ പ്രധാന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ കോട്ടയം അക്ഷരനഗരിയുടെ നാട്. പുതുപ്പള്ളി, കോട്ടയം, വൈക്കം, കടുത്തുരുത്തി, പാല, പിറവം ഇങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലം CPM-നും കേരള കോൺഗ്രസിനും തുല്യ പ്രാധാന്യമുള്ള ഇടം. ഇത്തവണ UDF-ഓ LDF-ഓ കോട്ടയം ലോക്സഭാ മണ്ഡലം ആർക്കൊപ്പം നിൽക്കും? ഇത് തേടിയുള്ള ഞങ്ങളുടെ സർവേ അക്ഷരനഗരിയുടെ നാടായ കോട്ടയത്ത് നിന്നും ആരംഭിച്ചു. ജയിക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ LDF ഭരിച്ച് ആകെ നാശമായിരിക്കുക. അത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എത്രയോ കോടികൾ മുടക്കി അവർ നവകേരളം ഈ കേരളീയമൊക്കെ നോക്കെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നു. ന്യായമായിട്ടുള്ള കാര്യമല്ലേ? ഉണ്ടായിരുന്നോ? ഞങ്ങളെപ്പോലുള്ള എത്ര പേർക്ക് ഇപ്പം കുടിശ്ശിയായിട്ട് കിടക്കുന്നത്. ഇതുകൊണ്ട് പാവപ്പെട്ട ഞങ്ങളൊക്കെ മരുന്ന് വാങ്ങിക്കണം. അതിന് പോലും കൂടി അവർക്ക് അതില്ല. അവർക്ക് നവകേരളം ഉണ്ടാക്കാനും പിന്നെ ഇത് ഭരിക്കാനും കേരളീയ മുഴുവനൊക്കെ കോടികൾ മുടക്കി. എന്നത്തിന് ഈ 1 കോടി ചില്ലാനും ഇത് ബസ് മുടക്കി. അന്ന് പറഞ്ഞറിയോ, പിന്നെ ഒരു മന്ത്രി പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇരട്ടി വിലയ്ക്ക് കെട്ടണമെന്ന്. അത് ആരെ വിശ്വസിക്കുന്നത്? നുണ പറയുന്നതിനെ കുറച്ച് ഒരു ലോജിക്ക് വേണ്ട. UDF ആയിരിക്കും. എല്ലാം ഒരുപോലെ നിൽക്കും, അതേ ഉള്ളൂ. എനിക്ക് അഭിപ്രായം ആരോടും ഇല്ല, ഞാൻ വോട്ട് ചെയ്യാറില്ല. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആര് പിടിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കണ ആഗ്രഹമുള്ളത് കമ്മ്യൂണിസ്റ്റുകാരനെ ജയിക്കണമെന്നാണ്. ഭരണം മടുപ്പായിട്ടാണ്, സ്വന്തം പാർട്ടിയാണെങ്കിലും മടുപ്പാണ്. എന്നാലും ജയിക്കണം, സ്വന്തം പാർട്ടി ജയിക്കണം എന്നാണല്ലോ ആഗ്രഹം. ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ UDF ജയിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഏതായാലും LDF ആയിട്ട് യാതൊരു പ്രയോജനമില്ല. ബിസിനസ് എല്ലാം തകർന്നു പോകൊണ്ടിരിക്കുക. എനിക്കൊന്ന് UDF ആയിരിക്കും. എങ്ങനെ പോകുന്നു ഇപ്പം LDF-ന്റെ ഭരണം? തീരെ മോശം ഭരണമാണ് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായമായിട്ട് പറയുന്നത്. ഞാൻ ചാനലുകളിലൊക്കെ കണ്ടതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. UDF കോട്ടയം ഒരു UDF മണ്ഡലമാണ്. കോട്ടയം BJPക്കൊപ്പം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ രാജ്യത്തിൻ്റെ വികസനവും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അപ്പോൾ BJPക്കൊപ്പേ നിൽക്കത്തുള്ളൂ. ഇടതുപക്ഷം ജയിക്കുന്നുള്ളതാണ് ഒരു റൂമർ. ഇടതുപക്ഷം ഇപ്പോഴത്തെ പിണറായിയുടെ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു? ഭരണത്തെ വളരെ ഒരു മോശമാരിലുള്ള ഇതാണ് പിണറായിയുടെ ഒരു ഭരണം എന്ന് പറയുന്നത്. പക്ഷേ പാർട്ടി വേറെ ഇതിലാണല്ലോ ഡിസിഷൻ എടുക്കുന്നത്. പാർട്ടി വേറെ ഇതിലായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ആ ഒരു ഇത് വരുമ്പോൾ ഇടതുപക്ഷം വരുമെന്നുള്ളതാണ് നമ്മുടെ ഒരു യെസ്. ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ BJPക്ക് അനുകൂലമാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം കൊണ്ടുവന്നു മോഡി. അത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ കാര്യമാണ്. വേറെ ആരെ കൊണ്ടും ചെയ്യാത്ത ഒരു കാര്യമാണ് മോഡി ചെയ്തത്. എനിക്ക് 100% മോഡിയോട് താല്പര്യമാണ്. വേറെ ആരും ഇതുപോലൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാകുകയില്ല. അതുപോലെ ഞാൻ 3% മോഡി